ഐ2 ന്യൂസ് അപ്പുത്തൊലിയൻ എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന കുറ്റപ്പേരുള്ള ടിനു ജോർജിനെ കുറിച്ച് പറയുമ്പോൾ സൂക്ഷിക്കുക എന്നൊരു ജനറൽ കമൻ്റാണ്. ഒന്ന് ഇത് അരഞ്ഞാണം എന്നൊക്കെ പറയുന്നത് അതൊന്നും നടക്കുന്ന കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. രണ്ട്, കയ്യിൽ നിന്ന് പോകുമ്പോൾ കത്തോലിക്ക സഭ ചെയ്യുന്നത് ചില്ലറ കാര്യമൊന്നുമില്ല. ഒന്ന്, കത്തോലിക്ക സഭ 5 മൈനർമാരെ 5 സെലസ്റ്റിയൽ ബീയിങ്സോ എന്തോ മൈനർമാരെ ഏർപ്പെടുത്തിയിട്ടുള്ള സംഭവം തിരിച്ചറിഞ്ഞ ആളാണ് ഈ ജോർജ് ഐഗുറി പറയുന്ന ആൾ തന്നെ. അത്രമാത്രം വൃത്തികേടൊന്നും പെന്തിക്കോസ്ത് സഭയോടോ മറ്റ് ദൈവത്തെ ആരാധിക്കുന്ന മർത്തോമായ യാക്കോബ സഭയോടോ ഒരു പ്രൊട്ടസ്റ്റന്റ് സഭയോടോ ചെയ്യുന്നില്ല. അവൻ്റെ കയ്യിൽ കത്തോലിക്ക സഭയിൽ തന്നെ നിൽക്കണം എല്ലാ പെന്തിക്കോസ്ത് സഭകളും എല്ലാ പ്രൊട്ടസ്റ്റന്റ് സമുദായവും എന്ന് കരുതുന്ന ആൾക്കാർ കാണിക്കുന്ന വൃത്തികൾ ചില്ലറയൊന്നുമില്ല. അതുപോലെ ഈ അരഞ്ഞാണം കിട്ടുക എന്നൊക്കെ പറയുന്നത് വിലപ്പോവില്ല. വെറുതെ ഇതിനിടയിൽ ബിറ്റിടുക എന്നൊക്കെ പറയില്ലേ, പഴയകാലത്ത് ബ്ലൂ ഫിലിമോ പോർണോ ബിറ്റിട്ട് കേൾക്കുക, ബിറ്റ് ചേർക്കുക, ഇതൊക്കെ ഒരുപാട് അനീഷ് കാവാലത്തെയും അദ്ദേഹം സുവർഗരീതിക്കാരനാണോ, അടച്ച മുറിയിൽ വെളിച്ചമില്ലാതിരിക്കുന്ന അതൊക്കെ പറഞ്ഞ് വിടുന്ന ചില അനാവശ്യ കാര്യങ്ങളാണത്. അനാവശ്യ ഉണ്ടാക്കി വിടുന്നതാണ്. ഈ അടുത്ത് ജോയലോസിനെയും മറ്റു പല ലൈംഗിക ബന്ധത്തൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് എപ്പോൾ വേണമെങ്കിലും കൃത്യമായിട്ടുണ്ടാക്കുന്ന കുറേ സാധനങ്ങളാണ്. ഇതൊക്കെ കണ്ട് പേടിച്ച് നിങ്ങൾ താഴെ വീഴും എന്നൊക്കെ പറയുന്നത് തലയിറ്റിരിക്കുന്നത് ഫ്രഞ്ച് കൊടിയിൽ നിന്ന് ജോർജ് ഐഗുറിൻ്റെ സാധനങ്ങൾ മൈൻഡ് വഴി സാധിച്ച ചില സാധനങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം പുറത്തുള്ള മനുഷ്യന്മാരെ അദ്ദേഹത്തെ വരെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് പേടിക്കേണ്ട. ഫ്രഞ്ചുകാരെ ചില കോൺസ്പിറസി, കത്തോലിക്ക സഭയുടെ കോൺസ്പിറസി മാത്രമാണത്. മാത്രമല്ല ഫ്രാൻസിൽ ജീവിച്ച് പരിചയമുള്ളവർ, ഫോറിനേഴ്സായി ജീവിച്ച് പരിചയമുള്ളവർക്ക് പോലും ഒന്നും അറിയില്ല. അവരെ സോർസറി എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, അത് ഫ്രഞ്ചുകാരെ കൂടിപ്പറപ്പാണ്. ഫ്രഞ്ച് ഭാഷ പോലെ ഫ്രാൻസിയയിലെ സോർസർ അത് റെമിഷൻ അത് ഫ്രഞ്ചും സോർസറിയും ശുദ്ധവും ബൈബിൾ പറയുന്ന ശുദ്രക്കാരെയും മറ്റവരെയും വരുത്തി എന്നൊക്കെ പറയുന്നത് അക്ഷരം പ്രതി ശരിയാണ്. ഫ്രാൻസ്, ഇറ്റലി, പോർച്ചുഗൽ, സ്പെയിൻ 4 രാജ്യത്തും ഉണ്ടാവുക. ശുദ്രക്കാരായാലും ശരി, പാമ്പ് വളഞ്ഞു പോയാലും ശരി, എന്നൊക്കെ പറഞ്ഞ കൽത്തേരായാലും ശരി, ഇതൊക്കെ വളരെ ശരി. ഇപ്പോഴും ഈ നൂറ്റാണ്ടിൽ എത്ര ഫിലോസഫി ഡെക്കാർത്ത് തൊട്ട് ഷാക്ക് ഡെറിഡ വരെയോ ഫിങ്കൽ ക്രൗട്ട് വരെയോ ആരായാലും ശരി ഇതിന് കടന്നു പോകാൻ പറ്റില്ല. അതിൽ സ്പെഷ്യൽ ഒരു മാസികയുണ്ട് ബുംബും എന്നുള്ളത്. അതിലിത് മാത്രമേ ഉള്ളൂ പരസ്യം. പഴയ കാലത്തുണ്ടായിരുന്ന ചില സാധനം ഉണ്ട്, അതുപോലെ 3615 എന്ന് പറയുന്ന പോലെ സൂര്യ ഉള്ള സ്ഥലം ട്രാഫിക് എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയുള്ള പോലെ ഈ ബുംബും മാസികയിലെ ഫ്രീ മാസികയാണ് ആർക്കും വേണ്ടി എടുത്തുകൊണ്ട് വരാം. അതിലുള്ളത് ശുദ്രം അല്ലെങ്കിൽ ഉള്ള ഈ മന്ത്രവാദം, തന്ത്രവാദം, തന്ത്രി ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. കൽത്തെ അല്ലെങ്കിൽ ഇറാഖ് ബേസ്ഡ് ആയിട്ടോ എങ്ങനെയോ ഏത് ബേസ്ഡ് യൂറോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള പഴയകാല വിച്ചുകളോ അതൊക്കെ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. യൂറോപ്പ് എന്നുള്ള പുരോഗമന ചിന്തിക്കാർ എന്ന് പറയുന്നത് ജർമ്മനി, സ്കാൻഡിനേവിയ മാത്രമുള്ളൂ. അത് പൊളിറ്റിക്സ് മാത്രമേ ഉള്ളൂ. അത് വേറെ അവർ അമേരിക്കയെ പോലും മറ്റു പല രാഷ്ട്രങ്ങളെ പോലും ചിന്തിക്കേണ്ട കാര്യമില്ല. UK വളരെ കുറവാണ്. പക്ഷേ യൂറോപ്പായിട്ട് ഈ കോണ്ടിനെൻ്റൽ യൂറോപ്പിന് അത്രയും കാര്യങ്ങൾ മുഴുവൻ, അതായത് പ്രൊട്ടസ്റ്റന്റ് നേഷൻസ് ഒഴികെ, ജർമ്മനി, സ്കാൻഡിനേവിയ രാഷ്ട്രങ്ങൾ ഒഴികെ, പിന്നെ നെതർലൻഡ്സ് ഒഴികെ, ഇതിലെ പല ബന്ധങ്ങളിലെ നെതർലൻഡ്സ് കേരളമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. മറ്റു പല രാഷ്ട്രങ്ങളുണ്ട്, ഫ്രാൻസില്ല. അപ്പോൾ എന്ത് ചെയ്തും സഭയ്ക്ക് തീർത്ത എന്നുള്ളത് ഉപദ്രവിച്ചും എല്ലാവരെയും വഴി പോകുന്നവരെ തടഞ്ഞും അവനെ ഇടിക്കുക വെച്ചാൽ അവിടെ മിസൻസി എന്ന് പറയും, അവനെ അവിടെ തടയുന്ന തരത്തിൽ അല്ലാത്ത തരത്തിൽ. ഇതൊക്കെ പഴയ കാലത്ത് ഇന്ത്യൻ സമുദായത്തിൻ്റെയും തന്ത്രമാണ്. കാരണം അങ്ങനെ ഒരുപാട് കാലത്തൊക്കെ തന്നെയാണ് ഫ്രാൻസ് ആണെന്നും. അതുകൊണ്ട് ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ട് സൂക്ഷിക്കുക. ഈ തന്ത്രവിദ്യകൾ ആയാലും യുദ്ധമായാലും ശരി, ഇതൊക്കെ തന്നെ അതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ പറഞ്ഞു വന്ന് ഇങ്ങനെയൊന്നും പെന്തിക്കോസ്തുകാരോ മറ്റു പല കാര്യങ്ങളോ പ്രൊട്ടസ്റ്റന്റ് സമുദായം ആരും ചെയ്യുന്നില്ല. അത്രയേ ഉള്ളൂ. കത്തോലിക്കമായിട്ട് ബന്ധപ്പെട്ടാൽ അത് അനാചാരങ്ങളുടെ കൂടാരമാണത്. ആയിട്ട് അടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇത് ആഹ്വാനോ ജിഹാദോ മുസ്ലിം സമുദായത്തിൻ്റെയോ മറ്റു സമുദായത്തിൻ്റെയോ ഒന്നുമല്ല. അതുകൊണ്ട് അത് വേറെ അടുത്തുള്ള ജേർണലിസ്റ്റ്, ഇൻവെസ്റ്റിഗേറ്റീവ്, സ്വന്തനുഭാവങ്ങൾ, ടെസ്റ്റിമണി, അങ്ങനെ പലതും മാത്രമല്ല ഒരുപാട് കാലം ഇനിയും പറയാനുണ്ട്. ഇതൊക്കെ എല്ലാ വിഷയവും ഇടാറുണ്ട്. എൻ്റെ ഒരു ബ്ലോഗാണത്. ഇത് പറയുന്ന ആൾ ജോർജ് ഐഗുറി എന്ന് പറയുന്നത് 2 പുസ്തകങ്ങൾ 3 പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. 2 പുസ്തകം ഷോൺ ലൂക്ക് ഉദാഹരണം കുറിച്ചുണ്ട്. അവരെ ഫ്ലിപ്കാർട്ടിലെ ആമസോണിലും കിട്ടും. പേര് ജോർജ് ഐഗുറി. ഗൂഗിളിൽ തപ്പുക. ആകമ്പൻ എഴുതിയിട്ടുണ്ട്, ബാജു എഴുതിയിട്ടുണ്ട്, ജാക്ക് റാൻസി എഴുതിയിട്ടുണ്ട്, മരി ജോസി മോൻസാൻ എഴുതിയിട്ടുണ്ട്, മറ്റുപോലെ എഴുത്താറുണ്ട്. ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരുപാട് പേരുണ്ട്. ഇമേജുകളെ കുറിച്ചുള്ള സ്റ്റഡിയുണ്ട്. അയാളുടെ 4 ചാപ്റ്റർ എന്നുള്ള ഹിസ്റ്ററി സിനിമയെക്കുറിച്ചുള്ള പ്രത്യേക പഠനമുണ്ട്. ഇതൊക്കെ വായിക്കുക. ലൊക്കാർണോ ഫെസ്റ്റിവലിൽ അദ്ദേഹം പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഇത്രയൊക്കെ ഇപ്പോൾ തൽക്കാലം ബ്ലോഗോട് പറയാനുള്ളൂ. ഉദാഹരണം നേരിട്ട് കണ്ടിട്ടുമുണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ലാത്ത ഡീറ്റെയിൽ പോയിട്ടുണ്ട്.
കോൾട്ടസിൻ്റെ നാടകങ്ങളെ കുറിച്ചാണ് രണ്ടാമത്തെ ബുക്ക്. ഇത് 2 പുസ്തകങ്ങളും KOLTES ആണ് ഇംഗ്ലീഷിൽ. ബെർണാഡ് മേരി കോൾട്ടസ്, ബെർണാഡ് BERNARD, മരിയ MARIE കോൾട്ടസ് KOLTES. സ്വന്തം രചനയും സ്വന്തം നാടും അതിനകത്ത് തന്നെയുണ്ട്. വായിക്കുക. ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ കിട്ടും. ഗൂഗിളിൽ പേര് തപ്പുക, അവിടെ ചേർത്തി.